ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ ട്രിപ്പ്, നമ്മൾ ചെറിയ ടൂർ പോകുന്ന വീഡിയോ ആണ്. നമ്മൾ അബുദാബിയിൽ നിന്ന് ദുബായിലേക്ക് പോകുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മൾ അബുദാബി ബോർഡറിൽ ആ ഭാഗത്തെത്തുന്ന സമയത്ത് ദുബായിക്ക് പോകുന്ന വഴി നമ്മൾ കാണുന്ന ബിൽഡിംഗ് ആണത്. കോയിൻ ബിൽഡിംഗ് ആണ്, വളരെ മനോഹരമായൊരു ബിൽഡിംഗ് ആണത്. പിന്നെ നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് കുറച്ച് ആഴ്ചകളായിട്ടുണ്ട്. വീഡിയോ എടുത്തിട്ട് ഞാൻ നാട്ടിലെത്തിയിട്ടാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അവിടെ നിന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാത്തത്. അവിടെ യൂട്യൂബേഴ്സിന് ലൈസൻസ് വേണം, അങ്ങനെയൊക്കെ കുറച്ച് സംഭവങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കട്ടില്ലെന്ന് കരുതിയിട്ട് നാട്ടിലെത്തിയിട്ടാണ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമ്മൾ അങ്ങോട്ട് ദുബായിലേക്ക് എത്തും. അബുദാബി ദുബായിലേക്ക് നമ്മൾ ദുബായ് മിറാക്കിൾ ഗാർഡനെ നമ്മൾ അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓപ്പൺ ചെയ്ത് ഫസ്റ്റത്തെ ഞായറാഴ്ചയാണ് നമ്മൾ ചെന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെന്ന സമയം കുറച്ച് നേരത്തെ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായില്ല. ഇത് കഴിഞ്ഞിട്ട് പോയവരെ ക്യൂ നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു. ഭയങ്കര തിരക്കായിരുന്നു. നമ്മൾ പോയപ്പോൾ അത്യാവശ്യം തിരക്കുണ്ട്, ഇതിനേക്കാൾ ഒരുപാട് തിരക്കായിരുന്നു. കാരണം നമ്മൾ ഫ്രീ എൻട്രി ചെയ്യുന്നു. നമുക്ക് ഫ്രീ ഉണ്ടായിരുന്നില്ല, അവിടുത്തെ എമിറേറ്റ്സ് സൈഡിലുള്ളവർക്ക് ഫ്രീ എൻട്രി ഉണ്ടായിരുന്നു. എനിക്കും കുട്ടികൾക്കും ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് തിരക്ക് കാരണം ഈ ഓഫർ നിർത്തലാക്കി വീണ്ടും തുടങ്ങിയിട്ടുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്തേക്ക് കയറി. ഒരു മായാലോകം, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ശരിക്കും നമ്മൾ കൺകുളിരെ കാണേണ്ട ഒരു അത്ഭുതം എന്ന് പറയില്ലേ, എത്രയോ ലക്ഷക്കണക്കിന് പൂവുകൾ കൊണ്ട് ഉണ്ടാക്കിയ സംഭവമാണ്. കണ്ട് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. ഏത് ഭാഗത്തേക്ക് നമ്മളെ ഫോട്ടോ ഫ്രെയിം ചെയ്യാം. നമ്മൾ എവിടെ നിന്ന് വീഡിയോ എടുത്താലും ഫോട്ടോ എടുത്താലും ഒക്കെ അതിമനോഹരമായ ഭാഗങ്ങളായിരിക്കും. ഒരു സ്പെഷ്യൽ സ്ഥലത്ത് ഫോട്ടോ എടുക്കാൻ ഒന്നുമില്ല, എവിടെ നിന്ന് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാം. അത്രയ്ക്ക് മനോഹരം. ഞാനിത് മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ കണ്ടിട്ട് ഒരുപാട് വർഷമായി. വീണ്ടും കണ്ടപ്പോൾ വളരെ സന്തോഷം. ദുബായ് എന്ന് പറയുന്നത് എന്നും നമ്മളെ വിസ്മയിപ്പിക്കുന്ന സംഭവമാണ്. നമ്മൾ ഒരു വർഷം കഴിഞ്ഞ് പോകുമ്പോൾ വീണ്ടും പുതിയ അത്ഭുതങ്ങൾ എന്തെങ്കിലും കാണാം. പിന്നെ നമ്മുടെ ലോകത്തുള്ള എല്ലാ ആളുകളും, എല്ലാ ഭാഷക്കാരും, എല്ലാ വിഭാഗങ്ങളും, എല്ലാ ആളുകളും അവിടെ ഉണ്ടാവും ദുബായ്. അതാണ് ദുബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ ഇമേജസിലും നമ്മുടെ ഫോട്ടോ വാൾപേപ്പറിലും അതുപോലെ നമ്മുടെ നോട്ട്ബുക്കിലൊക്കെ കണ്ടിരുന്ന ചിത്രങ്ങളിലെ അതൊക്കെ അവിടെ വളരെ മനോഹരമായി നമുക്ക് നേരിട്ട് കാണാം. ഇത്രയും മനോഹരം പറഞ്ഞറിയിക്കാൻ സാധിക്കുന്നതിലപ്പുറമാണ് അവിടെ കണ്ടറിഞ്ഞ് പോയി കാണേണ്ട കാഴ്ച എന്ന് പറയില്ലേ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഇങ്ങനെ നടന്നു. ചെറുതായിട്ട് വെയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും പ്രശ്നമില്ല. നമുക്കൊരു ഏകദേശം നല്ല വെയിലാവുന്ന സമയത്തിന് മുന്നേ അവിടെ നിന്ന് ഇറങ്ങണം എന്നുള്ളൊരു ലക്ഷ്യം ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നു, വീഡിയോസ് എടുക്കുന്നു, ഇൻസ്റ്റഗ്രാം റീൽ ചെയ്യുന്നു, അല്ലാതെ റീൽ ചെയ്യുന്നു. ശരിക്കും വന്നിരിക്കുന്നത് എല്ലാവരും എന്നെപ്പോലെ തന്നെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ തന്നെയാണ്. ഏത് ഭാഗത്തേക്ക് ഫോട്ടോ നമ്മുടെ ക്യാമറ തിരിച്ചാലും അവിടെയൊക്കെ മനോഹരം. നമ്മുടെ ഫോണിൻ്റെ ഗാലറി അറിയുന്നല്ലാതെ അത്രയ്ക്ക് വൃത്തിയായിട്ട് മനോഹരമായിട്ട് പല രൂപത്തിൽ അറേഞ്ച് ചെയ്ത് കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. വളരെ നീറ്റായിട്ടുള്ള പ്ലേസാണ്. പിന്നെ ഇത് മുകളിൽ ഉള്ളത് കുടകളാട്ടോ, പല നിറത്തിലുള്ള കുടകളാണ്. പിന്നെ നമുക്ക് ചെല്ലുമ്പോൾ അത്യാവശ്യം അകത്ത് കഴിക്കാനുള്ള ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ ചെറിയ ഡ്രസ്സ്, ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്, ഒരുപാടില്ല. അതിൻ്റെ സൈഡിലായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട് കേട്ടോ. ശരിക്ക് ഇതിനെ കണ്ടറിഞ്ഞ് പേരിട്ടതാണ് മിറാക്കിൾ ഗാർഡൻ. കറക്റ്റായിട്ട് മിറാക്കിൾ ഗാർഡൻ തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗി അങ്ങോട്ട് നോക്കും. ആകാശത്ത് ഒരു ജഗ് എന്ന ചായയല്ല വരുന്നത്, പകരം പൂക്കളാണ് വരുന്നത്. താഴെ കപ്പുകളുണ്ട്, അതിനകത്ത് നിറയെ പൂക്കൾ. ചായയല്ല, പകരം പൂക്കൾ. നല്ല ഭംഗിയുണ്ട്. ഇന്ന് നമുക്കിത് കാണുമ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളൊരു ഐഡിയ ഒക്കെ ഉണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ പല വീഡിയോസ് കണ്ടിട്ട്, പക്ഷെ പണ്ട് കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു. വാ 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 ഞങ്ങളിതിന് താഴെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു. കുറച്ച് നടന്നതിന് എൻ്റെ ക്ഷീണം ഉണ്ടായിരുന്നു. വീണ്ടും നടന്നു, കാരണം നമുക്ക് നടന്നേ മതിയാവുള്ളൂ കാണണമെങ്കിൽ. ഈ ഫോട്ടോ പണ്ട് നമ്മൾ നോട്ട്ബുക്കിൻ്റെ ചട്ടിയിൽ കണ്ടൊരു ഓർമ്മയുള്ളതുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ വീട് പോലത്തെ ചിത്രമൊക്കെ. വാവ്. ആ
നമ്മളിതാ കാണാൻ പോകുന്നത് പൂക്കൾ കൊണ്ടുണ്ടാക്കിയ നമ്മുടെ എമിറേറ്റ്സ്. വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. പോരെ നേരത്തെ നമ്മൾ ഇതേപോലെ രൂപം കണ്ടു, കുതിരയുടെ ഒരു ഫേസ്. ഇപ്പം നമ്മൾ ഇത് കാണുന്നു 4 പെൺകിന്നാന്ന് തോന്നുന്നു. എന്താ സ്മർഫ് ഇതിനകത്ത് കൂടിൻ്റെ ഷേപ്പിലുള്ള വീടുകൾ, പിന്നെ കാർട്ടൂൺ ഫേസ് സംഭവങ്ങൾ. എന്തായാലും ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ കാണില്ലേ, വീഡിയോ കണ്ടുള്ളൊക്കെ മനസ്സിലാവും. apa betul ni? Mereka? Bah. എന്താണ്? റിച്ചു ഇനിയും ഒരുപാട് കാണാനുണ്ട്. അപ്പോൾ അത് സെക്കൻഡ് പാർട്ടായിട്ട് ഇടാം. ഇപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ വീഡിയോ അത്യാവശ്യം ഒരു 9 മിനിറ്റോളം ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിർത്തുകയാണ്. ഇതിനേക്കാൾ മനോഹരമായ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത് അടുത്ത പാർട്ടായിട്ട് ഇടും. കാണാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്